വളരെ റെയർ എന്നല്ലാതെ ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ. ഇതിന്റെ ഓണറല്ലേ ജോസ് പ്രകാശ്? അതെ, ജോസ് പ്രകാശ് ആയിരുന്നു ഇതിന്റെ ഓണർ. ഇന്ത്യക്ക് കൊണ്ടുവന്നത് പുള്ളിയാണ്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ അന്നത്തെ ഇത് സ്റ്റേഷൻ വാഗൺ മോഡൽ ആയതുകൊണ്ട് ഇത് നമുക്ക് ഒരു വീടില്ലാത്ത ആൾക്കാർക്ക് ഇതിനെ ഒരു വീട് പോലെ ഉപയോഗിക്കാം. ഗ്ലാസ് ഇങ്ങനെ താഴ്ന്നു വരും. അപ്പോൾ ഇത് വന്നിട്ട് റഷ്യൻ ഒരു മിലിറ്ററി യൂസ് ചെയ്യുന്ന 6x6 ട്രക്കാണ്. ഇതിന്റെ ഈ ഒരു സിസ്റ്റം കണ്ടില്ലേ? വെൽക്കം ബാക്ക് ടു ഓൺ റോഡ്. ഓൺ റോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കേരള തമിഴ്നാട് ബോർഡറിലാണ്, വാളയാർ എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് വേൽമുരുകൻസ് ഫാമിലാണ്. നമ്മൾ വരാനുണ്ടായ കാരണം ഒരുപാട് വിൻറ്റേജ് കാർസിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു അംബാസിഡർ കാർ നമുക്ക് റെസ്റ്റോറേഷന് വേണ്ടിയിട്ട് ഉണ്ടെന്നുള്ള നമുക്കൊരു എൻക്വയറി ഉണ്ടായിരുന്നു. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ വാളയാർ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ കാറിൻ്റെ കളക്ഷൻ കണ്ടപ്പോൾ ലോട്ട് ഓഫ് കാർസ് ഉണ്ട്, ഒരു 43 കാർസ് ഉണ്ട്. അപ്പോൾ ഇതാണ് മിസ്റ്റർ നവീൻ. നവീൻ സർ, വെൽക്കം. താങ്ക് യു. അപ്പോൾ ഇവിടെ നമുക്ക് 43 വിൻറ്റേജ് കാർസോളം ഉണ്ട്, ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പോൾ സാറിൻ്റെ വിൻറ്റേജ് കാർ കളക്ഷൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. സർ, എങ്ങനെയാണ് ഈ കാർസിലേക്ക് ഉണ്ടായത്? വിൻറ്റേജ് കാർ കളക്ഷൻ എങ്ങനെയാണ്? വിൻറ്റേജ് കാർ കളക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയിൽ പുതിയ വണ്ടികൾ അന്നത്തെ കാലത്ത് പുതിയ വണ്ടി വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടില്ല. അവിടെ നിന്നാണ് അത് തുടങ്ങിയത്. ആക്ച്വലി ഗ്രാൻഡ് ഫാദറാണ് തുടങ്ങി വെച്ചതെന്ന് പറയാം. ആക്ച്വലി നമ്മളെ ബേസ് വന്നിട്ട് ഇവിടെ തന്നെയാണ്, വാളയാർ. നമ്മുടെ അട്ടപ്പള്ളം കഴിഞ്ഞിട്ടുള്ള ചുള്ളിമട എന്ന ഭാഗത്താണ് തറവാട് വീടെല്ലാം. ഇവിടെ എന്ന് വെച്ചാൽ അച്ഛൻ്റെ അച്ഛനാണ് ഇവിടുത്തെ തറവാട്. ഇവിടെയും വെഹിക്കിൾസ് ഉണ്ടായിരുന്നു, ഹിന്ദുസ്ഥാൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവർ OHV അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ എങ്ങനെയാന്ന് വെച്ചാൽ പുള്ളിക്കും ഇങ്ങനെ ഒരു ക്രേസ് ഉണ്ടായിരുന്നു പണ്ട് ഇവിടുത്തെ വാഹനങ്ങൾ വാങ്ങിയിട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അങ്ങനെ തന്നെ. പിന്നെ എന്താ വെച്ചാൽ അച്ഛൻ വന്നിട്ട് കെട്ടിയത് ശരിക്കും വന്നിട്ട് ചേച്ചിയുടെ മകൾ തന്നെയാണ്, ഫാമിലിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ അമ്മൻ്റെ അച്ഛൻ വന്നിട്ട് കോയമ്പത്തൂരാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ബിസിനസ്സും കാര്യങ്ങൾ ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ ബിസിനസ് അച്ഛൻ നോക്കാൻ തുടങ്ങിയതും അവിടെ പോയിട്ട് കാർക്ക് ഇങ്ങനെ കളക്ഷൻസും ക്രേസും കയറി വന്നതെല്ലാം അവിടെ ഫാമിലിയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു കാർ കളക്ഷൻ ഉണ്ടായിരുന്നു. 2 ഫാമിലിയിലും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോന്നു. കൂടുതൽ നമ്മളെ ഈ ഒരു കാറിന്റെ ഒരു ഇത് കൂടി ക്രേസ് കയറിയപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ അങ്ങനെ കളക്ഷനിലോട്ട് ഇറങ്ങിയതാണ്. അവര് പുതിയൊരു കാർ വാങ്ങിയിട്ട് യൂസിന് വേണ്ടി പുള്ളി എങ്ങനെയാണെന്ന് വെച്ചാൽ അംബാസഡറിന്റെ ഭയങ്കര ക്രേസാണ്. പുള്ളി അംബാസഡറിൽ എന്ത് മോഡൽ വന്നാലും പിറ്റേ ദിവസം അത് ബുക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ട് നിർത്തും. അങ്ങനത്തെ ഒരാളായിരുന്നു കോയമ്പത്തൂരിൽ. അപ്പൊ ആ വാങ്ങിയ കാറുകളൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അത് സ്റ്റോർ ചെയ്തിട്ട് അങ്ങനെ ഏത് പറഞ്ഞാൽ എന്താ പറയാ, അത് കണ്ടീഷനായിട്ട് യൂസ് ചെയ്യും. കണ്ടീഷനായിട്ട് യൂസ് ചെയ്യും. ഇത് കണ്ട് പരിചയപ്പെട്ടിട്ട് നമ്മൾ അതിന്റെ ഒപ്പമാണ് വളർന്നത്. അപ്പൊ അത് അങ്ങനെ മൊത്തം മൈൻഡിൽ ഫുള്ളും ഏത് സമയത്തും വന്നിട്ട് ഈ ഒരു വിൻറ്റേജ് കാറിന്റെ ഒരു തോന്നലായി. അങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും കളക്ഷനിലോട്ട് വരാനുള്ള ഒരു പാത്ത് വേ ആയിരുന്നു. അപ്പോൾ സാറിന്റെ ഒരുപാട് കാർ കളക്ഷനെ പറ്റി പറഞ്ഞു. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പോയി കാണാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാർ. ഇതിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ്? ഇതിന്റെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനെ ഇതിന്റെ വഴിക്കാണ് ഞങ്ങൾ കാണുന്നത്. ആദ്യം വാങ്ങിയതാ ഗ്രാൻഡ് ഫാദർ ഫസ്റ്റ് ആയിട്ട് വാങ്ങിയ വണ്ടി. ഇയർ ഏതായിരുന്നു? 1954 അല്ലേ? 54 പുള്ളി ആദ്യം പുതിയ വണ്ടി എടുത്ത് രജിസ്റ്റർ ചെയ്ത് കമ്പനിക്ക് വേണ്ടി വാങ്ങിച്ച് പുള്ളി ഓടിച്ച് നടന്ന വണ്ടിയാണ് ഈ വണ്ടി. അതുമൂലമാണ് നമ്മൾ തുടങ്ങുന്നത്. അത് തുടങ്ങുന്നതെന്നല്ല, ഇത് അങ്ങനെ വന്നിട്ട് അതിന് നമ്മളെ തുടങ്ങാൻ വെച്ചത് ഇതാണ്. ഇത് മുതൽ തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. വാങ്ങിയത് കൊടുത്തില്ല. പിന്നെ ആ ഒരു കാറുകൾ അതിന്റെ ഒരു ക്രേസ് അങ്ങനെ വന്നിട്ട്
ആണ് നമുക്ക് 54 അല്ലേ? 54. അന്ന് ഓൾമോസ്റ്റ് ഒരു എത്ര പ്രൈസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഇതിന്റെ അന്നത്തെ ഇൻവോയ്സ് കോസ്റ്റ് പറയുമ്പോൾ ശരിക്കും ഈ വണ്ടിയുടെ നമ്പർ 7,500 റുപ്പീസ് ആയിരുന്നു ഇതിന്റെ ഇൻവോയ്സ് ഒക്കെ ഇപ്പോഴും കയ്യിലുണ്ടല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ഈ ഒരു കളക്ഷൻസ് ഇത് മൂന്നും ആക്ച്വലി നമ്മുടെ സെയിം വെറൈറ്റീസ് ആണ്. ആദ്യത്തിൽ എനിക്ക് തോന്നുന്നു ഇതേ മോഡൽ വണ്ടികളാണ്. ഇതേ മോഡൽ വണ്ടിയാണ് നമ്മൾ മൊത്തം കളക്ട് ചെയ്യണം പറഞ്ഞിട്ട് തുടങ്ങിയത്. ഒരു ഏകദേശം ഒരു 7 വെഹിക്കിൾസോളം ഈ H14 മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നീടാണ് നമ്മൾ ക്ലബിലോട്ടൊക്കെ എൻ്റർ ആകുമ്പോഴാണ് അവരെല്ലാവരും പറഞ്ഞ് വെറൈറ്റി ആയിട്ട് യു മസ്റ്റ് ഫീൽ ദ കംഫർട്ട് ഓഫ് ദ വെറൈറ്റീസ് ഓഫ് വിന്റേജ് കാർസ് നോട്ട് ഓൺലി ഇൻ H14 എന്ന് പറഞ്ഞപ്പോൾ ശരി ഇത് നമ്മളെല്ലാം കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഒന്നില്ലെങ്കിലും ഇതിനൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ആ ഒരു ഫാമിലി ഏത് കാർ ഇതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാറാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാം ഒന്നാണ്. പക്ഷെ ഇത് വന്നിട്ട് ഒരു ഫാമിലിയാണ്. ഒരു അറ്റാച്ച്മെന്റ് കാട്ടിലും പുള്ളി വാങ്ങിയതുകൊണ്ട് പുള്ളിയായിട്ട് ഞങ്ങൾ നോക്കുകയാണ്. ഗ്രാൻഡ് ഫാദർ ഇപ്പൊ ഇവിടെ വീട്ടിൽ നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഇതിനെ നമ്മൾ കാണുന്നത്. നമുക്ക് മറ്റു കാറിലേക്ക് വരാം. ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ആക്ച്വലി ഓസ്റ്റിൻ 8 ആണ് 1947. ഇത് സൈഡ് വാൾവ് എഞ്ചിനാണ് വരിക. ഒരു കാര്യം പറയുമ്പോൾ ഇത് ഇവിടെയുള്ള എല്ലാ കാറുകളും വർക്കിംഗ് കണ്ടീഷൻ ആണ് കേട്ടോ. അതായത് റോഡ് ഒരു ടാക്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള വെഹിക്കിളാണ് ഇവിടെ ഉള്ളത്. ഇത് 1947 ഓസ്റ്റിൻ 8 ആണ്. കളേഴ്സ് ഒക്കെ നമ്മൾ ഇവിടെ തന്നെ ചൂസ് ചെയ്ത് നമ്മൾ തന്നെ പെയിന്റിംഗ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ സ്റ്റാഫ് ഉണ്ട് അല്ലേ? മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്ര സ്റ്റാഫ്? ഇവിടെ നമ്മളൊരു 5 to 6 members ഇവിടെ ഡെയിലി ഉണ്ടാവും. ക്ലീൻ ചെയ്യാൻ മാത്രമല്ല ഈവൻ പെയിന്റിംഗ് മെക്കാനിക്കൽ വർക്ക് ഒക്കെ ഇവിടെ തന്നെ എല്ലാം. ഒരു വലിയ രീതിക്കില്ലെങ്കിലും നമുക്ക് കൊണ്ട് നടക്കുന്ന ഒരു ലെവലിൽ ഒരു ആൾക്കാരെ ഒരു ടീം ഇവിടെ അവരൊക്കെ ഈ ഒരു പാഷൻ ഉള്ള ഞങ്ങൾ ഷോ അടക്കം പോകുമ്പോഴടക്കം ഈ 5 പേരും കൂടി ഉണ്ടാവും. ഫാമിലി പോലെ അത് കൊണ്ടത് അതിന്റെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. ഇത് വരുമ്പോൾ ഓസ്റ്റിൻ A40 ദെവോൺ എന്ന് പറയും. ദെവോണും ഉണ്ട്, ഇതിൽ ഓർഡിനറി A40 ഉണ്ട്. അതെന്താ വെച്ചാൽ ഇത് ചെറിയ ഹെഡ്ലൈറ്റിന്റെ ഒരു വേരിയേഷൻ ആണ്. ചെറിയ ഹെഡ്ലൈറ്റ് വരുന്നത് ആണ് വന്നിട്ട് ഓർഡിനറി A40. ആക്ച്വലി ഓർഡിനറി എന്ന് പറയാൻ പാടില്ല. A40 ദെവോൺ എന്നാണ് പറയേണ്ടത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് വെഹിക്കിൾ ആയിട്ട് ഇമ്പോർട്ട് ആയ മോഡലാണ് A40. ഇത് വന്നിട്ട് ഇന്ത്യൻ അസംബിൾഡ് ആണ്. ഈ ചേഞ്ചസ് വരിക. ഇന്ത്യൻ അസംബിൾഡ് എന്ന് പറയുമ്പോൾ അശോക് മോട്ടോഴ്സ് ആയിരുന്നു അന്നത്തെ ഇവിടുത്തെ അസംബ്ലിംഗ് യൂണിറ്റ്. ഡീലർ അല്ല, അസംബ്ലിംഗ് യൂണിറ്റ് അന്നത്തെ. അവർ അസംബിൾ ചെയ്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് തന്നെയാണ് സപ്ലൈയും കൊടുത്തത്. പാർട്സ് അവിടെ നിന്ന് വന്നു, ഇവിടെ വെഹിക്കിൾ അസംബിൾ ആയിട്ട് കൊടുത്തു. അതിനൊക്കെ ദെവോൺ എന്ന പേരാണ് ഇന്ത്യയിൽ വന്നിട്ട് അവർ കൊടുത്തത്. ഇത് വരുമ്പോൾ വില്ലീസിലേക്ക് അല്ലേ? വില്ലീസ് 1962 നമ്മളുടെ പേരും കൊണ്ട് പറയുമ്പോൾ ഹൈ ബോണറ്റ് ലോ ബോണറ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞു തുടങ്ങിയതാണ്. ഇത് ആക്ച്വലി CJ3B 62. പക്ഷേ ഇത് 50s തൊട്ട് ആണ് ഈ മോഡൽ ഉണ്ടായിരുന്നത്. ഇത് ആക്ച്വലി ഫുള്ളി സിവിലിയൻ വെഹിക്കിളാണ്. സിവിലിയൻ വെഹിക്കിളിന് വിത്തൗട്ട് എനി എക്സ്ട്രാ ഫിറ്റിംഗ്. ഈ ആർമി ഫിറ്റിംഗ്സിന്റെ ലൈറ്റ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ലാതെ സിമ്പിൾ സിവിലിയൻ യൂസ് ആണ്. പെട്രോൾ, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് വർക്കിംഗ് എല്ലാം കംപ്ലീറ്റ് പക്കാ വെഹിക്കിൾ. ഇത് വരുമ്പോൾ ആർമി മോഡലാണ്. ആർമി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ ലേലം വിളിച്ചെടുത്ത വണ്ടിയായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന്റെ ഒറിജിനാലിറ്റിക്ക് ഫുൾ ഫിറ്റിംഗ്സ് ആർമി ഫിറ്റഡ് കംപ്ലീറ്റ് ഫിറ്റിംഗ്സ് ഇതിലുണ്ടാവും. പക്ഷെ നമ്മൾ ആ കളർ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഡെസേർട്ട് സ്ട്രോമിലോട്ട് പോയി. ഇതിപ്പോ 1948 ആണ്. അത് വിത്ത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്, 4 വീൽ ഡ്രൈവ്. ഡോഡ്ജിന്റെ അല്ലേ? വളരെ റെയർ ആയിട്ടുള്ള വെഹിക്കിളാന്ന് പറഞ്ഞു. വളരെ റെയർ എന്നല്ല, അത് ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ. ഇതിന്റെ ഓണർ അല്ലേ ജോസ് പ്രകാശ്? ജോസ് പ്രകാശ് ആയിരുന്നു ഇതിന്റെ ഓണർ. കേരളത്തിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ്. കേരളത്തിലേക്കല്ല, ഇന്ത്യക്ക് കൊണ്ടുവന്നത് പുള്ളിയാണ്. അന്നത്തെ ഒരു കാർ ഭ്രാന്തനാണല്ലേ പുള്ളി. അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് പുള്ളി ആലപ്പുഴക്കാരനായതുകൊണ്ട് ആലപ്പുഴയിൽ തന്നെ KLA രജിസ്ട്രേഷൻ ചെയ്തതാണ്. അതാണ് KLA അല്ല, KRA. കേരള. അപ്പോൾ ഇപ്പൊ RC വന്നിട്ട് തേർഡ് RC അല്ലേ? തേർഡ് RC പുള്ളിയായിരുന്നു ആദ്യത്തെ ഓണർ. പിന്നീട് വിജയൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു എനിക്ക് തന്ന വ്യക്തി വിജയൻ ചേട്ടൻ പറഞ്ഞിട്ട് ഒരു KSRTC കണ്ടക്ടർ ആയിരുന്നു പുള്ളി. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഇത് വണ്ടി കിട്ടിയത്. ഇതിപ്പോ എത്ര കാലമായിട്ട് നമ്മള്? ഇത് ഏകദേശം 2018 തൊട്ട് എൻ്റെ കയ്യിലുള്ള വണ്ടിയാണ്. പിന്നെ നമ്മൾ പെയിന്റിംഗ് വർക്ക്സ് ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷേ ഞാൻ ടയറൊക്കെ ഞാൻ കിട്ടുമ്പോൾ
നമുക്ക് മേടിക്കുന്ന ഫിറ്റിങ്സ് കോസ്മെറ്റിക്സ് എന്ത് കിട്ടുന്നോ നമ്മൾ പണിയെടുക്കുന്നത് ലേറ്റർ ആയിരിക്കും. പക്ഷെ കോസ്മെറ്റിക്സ് എന്ത് കിട്ടണോ അപ്പം ഞാൻ അതിനെ വാങ്ങിച്ചു വെക്കും. അത് സോഴ്സ് ചെയ്യാണല്ലോ അല്ലേ? ഒരു വണ്ടി എത്തുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം പഠിക്കണല്ലേ? പഠിക്കണം. പക്ഷെ പഠിക്കാനും അതിന് കുറച്ച് സ്പെയർ പാർട്സ് കിട്ടാനും സമയമാകുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പം വണ്ടി പണി തൊടില്ല, സ്റ്റോപ്പ് ചെയ്യും. ഇല്ല, ജസ്റ്റ് റണ്ണിങ് ആണെങ്കിൽ റണ്ണിങ്ങിൽ നിർത്തും. അങ്ങനെ നിർത്തും. ഓക്കെ. തുടങ്ങിയിട്ട് പിന്നെ പകുതിയിൽ നിർത്തിയ വർഷങ്ങളായാലും വണ്ടി ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അതെ അതെ, അങ്ങനെ. ഈ വണ്ടി ഇന്ത്യയിൽ ക്ലബ്ബ് മുഖാന്തരം നോക്കിയപ്പോൾ ഇനി ഒരെണ്ണം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടീഷൻ ആയിട്ടുണ്ടോ? പക്ഷേ വണ്ടിനെ കണ്ടിട്ടില്ല. പറയപ്പെടുന്നുണ്ട് ഒരെണ്ണം കൂടി ഉണ്ടെന്ന്, പക്ഷെ കണ്ടിട്ടില്ല. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത വെച്ചാൽ അന്നത്തെ ഇത് സ്റ്റേഷൻ വാഗൺ മോഡൽ ആയതുകൊണ്ട് ഇത് നമുക്ക് ഒരു വീടില്ലാത്ത ആൾക്കാർക്ക് ഇതിനെ ഒരു വീട് പോലെ ഉപയോഗിക്കാം. ഒരു കാരവാൻ സെറ്റപ്പ് പോലെ അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസ് ഒക്കെയാണ് ഇതിലുള്ളത്. ഇത് ആക്ച്വലി നമ്മുടെ ബാക്ക് യൂസേജ് വന്നിട്ട് ഞാൻ ആദ്യം കണ്ടിട്ട് ഈ വണ്ടിക്ക് ഒരു ചെറിയ കളിപ്പേരൊക്കെ ഇട്ടു. ഇതിന് ബാക്കിൽ നിന്ന് കണ്ടിട്ട് ഒരു സിനിമ തിയേറ്റർ ആണെന്നൊക്കെ ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരോട് പരിചയപ്പെടുത്തിയത്. അതെ, അല്ല വിശ്വസിക്കുകയും ചെയ്യും. അത്രയും വലുപ്പം കാര്യങ്ങളെല്ലാം. ലോക്ക് ഇങ്ങനെയാണല്ലേ? ലോക്കാ. ഗ്ലാസ് ഇങ്ങനെ താഴ്ന്നു വരും. വൈൻഡർ സിസ്റ്റമാണ് റിയർ ഗ്ലാസിന് കൊടുത്തിട്ടുള്ളത്. ഇത് സീറ്റ് ഇങ്ങനെ മടക്കി വെച്ചാൽ ഇറക്കിയാൽ മാത്രമേ ഇത് ഡോർ തുറക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇത് നമുക്ക് ഡൈനിങ് ടേബിൾ പോലെ നമുക്ക് പുറത്ത് ചെയർ ഇട്ടിരുന്ന് യൂസ് ചെയ്യാം. എവിടെയെങ്കിലും പാർട്ടിക്ക് പോകുന്ന സമയത്ത്, എവിടെയെങ്കിലും വെക്കേഷന് പോകുന്ന സമയത്ത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഈ സീറ്റ് ഇങ്ങോട്ട് മടക്കി വെക്കും. ഇത് മൊത്തം ഇപ്പോൾ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടായിരിക്കണം. ഉറങ്ങുന്നവർക്ക് ഉറങ്ങാൻ പറ്റിയ ലെവലിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോ ഫ്ലാറ്റ് ആയി കിടക്കുന്ന അടിയിൽ മൊത്തം സീറ്റാണ്. എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ടിൽ ഒരു 4 പേർക്ക് ഇരിക്കുന്ന അത്ര സീറ്റും ഇവിടെ ബാക്കിൽ 3 പേർക്ക് ഇരിക്കുന്ന അത്ര സീറ്റുമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ. ഒരു പ്രത്യേക കളറാണ് കേട്ടോ. ഇത് അമ്മ തന്നെയാണ് കൂടുതലും വണ്ടികൾക്ക് കളർ ചൂസ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ എല്ലാ വണ്ടികൾക്കും ഓരോ യുണീക്ക് കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽ പറയുമ്പോൾ എനിക്ക് ഈ MDC KLP കോയമ്പത്തൂർ ജനിച്ചു വളർന്നത് കൊണ്ടും തറവാട് പാലക്കാടായതുകൊണ്ടും ഈ 2 ഡിസ്ട്രിക്റ്റിൻ്റെ ആദ്യത്തെ സീരിയൽ കാണുമ്പോൾ നമുക്കൊരു കൊതിയാ. അതെ അതെ, നമ്മുടെ ഒരു സ്വന്തം രാജ്യത്തെ ഓൾഡ് നമ്പർ കാണുമ്പോൾ. അതെ അതെ. അപ്പൊ അങ്ങനെ ഞാൻ എടുത്തതാണ് ഈ MDC. ഈ വിന്റേജ് കാസിനൊക്കെ അതിന്റെ നമ്പറുകളും ഇയറുകളും ഒക്കെ അതിന്റെ പ്രത്യേകതയും വിലയൊക്കെ നിശ്ചയിക്കുന്നത് അല്ലേ? അതെ അതെ. ആ ഓൾഡ് രജിസ്ട്രേഷൻ വെഹിക്കിളിൽ ആ ഓൾഡ് നമ്പർ ഉണ്ടെങ്കിലാണ് അതിന് വാല്യൂ. അതെ, ഓക്കെ. അപ്പൊ അങ്ങനെ എനിക്ക് ഒരു MDC സിംഗിൾ ഓണർ കാറായിട്ട് കിട്ടിയതാണ് കോയമ്പത്തൂരിൽ നിന്ന്. പ്രീമിയർ മിൽസ് അവരായിരുന്നു ഇതിന്റെ ഫസ്റ്റ് ഓണർ കോയമ്പത്തൂരിന്റെ. അപ്പൊ അങ്ങനെ 51 മോഡൽ സൈഡ് വാൾ പെട്രോൾ ആണ്. ഇത് ഏകദേശം ഒരു 12-13 കൊല്ലം മേലെ എൻ്റെ കയ്യിലായി. 13 കൊല്ലമായിട്ടുണ്ട്. ആ ഒരു 2006 ടൈമിൽ തന്നെ ആദ്യം കളക്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഫുള്ളി ഒറിജിനൽ കാറായിട്ടാണ് ഈ വണ്ടി എനിക്ക് വന്നത് എൻ്റെ കളക്ഷനിൽ. പിന്നെ ഇടയൊക്കെ കുറച്ചൊക്കെ ആൾട്രേഡ് വെഹിക്കിൾസും പിന്നെ ഓണേഴ്സ് അന്ന് എഞ്ചിൻ മാറ്റി വെക്കൽ ലീഗലായിരുന്നു 2002 മുമ്പ് വരെ. അപ്പോൾ അങ്ങനെ കുറച്ച് ഒറിജിനാലിറ്റി കളഞ്ഞ വണ്ടികളായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഒറിജിനൽ വെഹിക്കിളായിട്ടാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ എനിക്ക് അന്ന് പണിയെടുത്തു. പിന്നെ അങ്ങനെ ഒരു 7-8 കൊല്ലം നടന്നു. പിന്നെ എനിക്ക് വീണ്ടും ഒന്നും കൂടെ പണിയെടുക്കാമെന്ന് തോന്നിയപ്പോൾ ഇപ്പം ഞങ്ങൾ ഒന്നും കൂടെ പണിയെടുത്തതാണ്. ഓരോ ദിവസവും ഓരോ വെഹിക്കിളായിട്ടാണ് കേട്ടോ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഓഫീസിലേക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. ഇവിടെ ഓരോ വണ്ടി എപ്പോഴും എടുത്തു പോകാവുന്ന ഒരു സിറ്റുവേഷനിലാണ് ഓരോ വണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടി ഇതിനും ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ. ഇത് പ്രീവിയസ് ഓണർ ആക്ച്വലി നമ്മുടെ KR വിജയ ഫിലിം ആക്ട്രസ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ആക്ടേഴ്സ് ആണ് അടുത്തടുത്ത് കിടക്കുന്നത്. ഒരു കാലഘട്ടത്തിലെ രാജാക്കന്മാരാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് വരുമ്പോൾ ഇത് ആക്ച്വലി എനിക്ക് വരുമ്പോൾ ഞാനിത് തമിഴ്നാട്ടിൽ നിന്നാണ് എടുത്തത്. കേരളം വണ്ടി ആണെങ്കിലും എനിക്ക് കിട്ടിയത് തമിഴ്നാട്ടിൽ നിന്നാണ്. അവിടെ ഒരു ജമീൻ ഫാമിലിയിൽ ഉണ്ടായിരുന്നു.
പിന്നെ അവർ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തത്. ഇത് ക്ലബ്ബ് ത്രൂ ആണോ റെഫറൻസ് കിട്ടുക ഈ വണ്ടികൾ? അത് ക്ലബ്ബ് ത്രൂ കിട്ടും. പിന്നെ നമ്മൾ എങ്ങനെയായാലും ക്ലബ് മെമ്പേഴ്സ് ഓരോ ആൾക്കാരും ഓരോ തവണ പരിചയപ്പെട്ടിട്ടുണ്ടാകും. പിന്നെ ദിവസം അവരെ കോൺടാക്ട്സിലുള്ളത് ഉണ്ടാവും, നമ്മളെ കോൺടാക്ട്സിൽ അവർക്ക് ഷെയർ ചെയ്യും, അതൊക്കെ ഒരു ഇത് വരും അല്ലേ. പിന്നെ ഇത് കളക്ഷൻ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ അമേരിക്കൻസ് മാത്രം കളക്ഷൻ ചെയ്യുന്നവരുണ്ട്. ഇതിലും കാറ്റഗറി വൈസ് ആണ് ആൾക്കാർ കളക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മാക്സിമം എല്ലാ കൺട്രീസിന്റെ ബ്രാൻഡും ഉണ്ടാവും. പറയാൻ വിട്ടത് അന്ന് ഫാക്ടറി ഫിറ്റഡ് AC ഉണ്ട് ഈ വണ്ടിയിൽ. ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, എന്ന് വെച്ചാൽ അത് ടയറിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വേറൊന്നല്ല, ഈ ഒരു കാസിന് അമേരിക്കൻ മസിൽ കാറിന്റെ അന്ന് അലോയ് വീൽസ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. ആ ഒരു പാറ്റേണിനോട് ചേരുന്ന രീതിയിൽ തന്നെയാണ് അലോയ് വീൽസ് കിട്ടാൻ വേണ്ടി വേറെ നോക്കിയത്. അതെന്ന് ക്രോം ലുക്കാണ് പഴയ കാറുകൾക്ക് എപ്പോഴും ഒരു ഭംഗി കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ വേറെ കളേഴ്സ് ഒന്നും ചൂസ് ചെയ്യാതെ ക്രോമിലോട്ട് പോയത്. ആ ക്രോമിന്റെ കണ്ടിന്യൂഷൻ അങ്ങനെ അതിന് കിട്ടാൻ വേണ്ടി. എഞ്ചിൻ റൂം വരുമ്പോൾ ഇത് 6 സിലിണ്ടർ സ്ട്രൈറ്റ് ഇൻലൈൻ സ്ട്രൈറ്റ് ആണ് വരിക എഞ്ചിൻ. ഇത് അന്നത്തെ കാർട്ടർ കാർബറേറ്ററും ആ ഒറിജിനൽ അമേരിക്കൻ സ്പെക്കോടെ കൂടിയിട്ടാണുള്ളത്. കണ്ടുപരിചയം ഈ ഒരു മോഡൽ വെഹിക്കിള്. ഇതിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ബെൻസിന്റെ W110. ഓക്കെ, ഇയർ വരുമ്പോൾ 64, 65. ഓക്കെ, ഇതിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്? ഇങ്ങനെ കാര്യങ്ങളൊക്കെ പ്രത്യേകത പറയുമ്പോൾ ആക്ച്വലി ഡീസൽ എഞ്ചിൻ അവരാണ് ആദ്യം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇത് 65 തന്നെ ഡീസലാണ്. ഇപ്പോൾ കംപ്ലീറ്റ് സ്റ്റോക്കിലല്ലോ? കംപ്ലീറ്റ് സ്റ്റോക്കാണ്. AC മാത്രം നമ്മൾ അഡീഷണൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അഡീഷണൽ ആയിട്ട് AC മാത്രം. ഇപ്പോഴും കോളം ഷിഫ്റ്റ് ഗിയർ തന്നെയാണ്. ഓക്കെ ഓക്കെ, ആ ഒറിജിനാലിറ്റിക്ക്. ഇത് വന്നിട്ട് മാർക്ക് 3 ആണ്. ഓക്കെ, ഇത് 73യുടെ മുകളിൽ വന്നതാണ് മോഡൽ അല്ലേ? അത് ആ ഒരു അംബാസിഡർ അത് ലേറ്റസ്റ്റ് ആണ്, 2009 ഗ്രാൻഡ്. ഓക്കെ, അതായത് ഒരു ഫാമിലി ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് ഞാൻ അത് വെച്ചിരിക്കുന്നത്. അംബാസിഡറിന്റെ എല്ലാ കളക്ഷനും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. 1-2 മിസ്സിംഗ് ആണെന്ന്, പക്ഷെ അത് നോക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു മാർക്ക് 4 പെട്രോൾ ഉണ്ട്. അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. RTO സൈറ്റിൽ നിന്ന് നോക്കിയിട്ട് അഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. പോകാനുള്ള ടൈം കിട്ടാതെ ഇരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇടക്ക് അതും കൂടി. ഇതാണ് നമ്മുടെ ഈ ഒരു കളക്ഷൻ. ട്രക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് വേറെ ഷെഡിലാണ്. പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വണ്ടികൾ ഇനിയും ഉണ്ട്. വർക്ക് നടന്നുകൊണ്ട് ഒരുപാട് കളക്ഷൻ ആയിട്ട് ഇനിയും വരും. അല്ല, പണി കഴിയുമ്പോൾ ഈ ഷെഡ് മതിയാവില്ല. അതുകൊണ്ട് ഷെഡ് എടുക്കണം, അല്ലെങ്കിൽ ഒരു വലിയ ഷെഡാക്കി എല്ലാം ഷിഫ്റ്റ് ചെയ്യണം. എല്ലാം കൂടെ ഇതിലേക്ക് മോഡൽ വൈസ് നമുക്ക് വേരിയേഷൻ കാണിക്കണം. ഇപ്പോ ഈ അംബാസിഡർ ഒക്കെ പറഞ്ഞ പോലെ അംബാസിഡർ ഒരു സൈഡും, ഓസ്റ്റിൻ ആണെങ്കിൽ ഓസ്റ്റിന്റെ ഏജ് വൈസ്. വില്ലീസ് ഇപ്പൊ നമ്മൾ ഏകദേശം വില്ലീസ് 2 മോഡൽ. പിന്നെ ഇപ്പൊ നമ്മൾ വുഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വുഡി കഴിയുമ്പോൾ ഇതിന്റെ കൂട്ടത്തിലേക്ക് അവരും വരും. അതിന്റെ ഓൾഡ് അല്ലേ വരുന്നത്? അത് 62 ആണ്. 62 വന്നിട്ടുള്ളതല്ലേ? സ്റ്റേഷൻ വാഗന്റെ വുഡിയാണ്, വുഡി വാഗൻ എന്ന് പറയും. ഓക്കെ, അതെങ്ങനെ ഈ ഒരു സീരീസിൽ വരുമ്പോൾ ഇത് ആദ്യം വരും, ഫസ്റ്റ് വരും? അതെ, അങ്ങനെ വരും. അന്ന് CJ 3Bയുടെ ഒപ്പം തന്നെ ആ ഇത് വാഗൻ ഉണ്ടായിരുന്നു, വില്ലീസിന്റെ സ്റ്റേഷൻ വാഗൻ. അപ്പോൾ ഇതിന്റെ നമ്മൾ പറഞ്ഞ മാതിരി ഇത് സ്റ്റേഷൻ വാഗൻ, പക്ഷെ ഇതിന്റെ കാറുണ്ട്. അതേപോലെ സെയിം സീരീസിൽ തന്നെ രണ്ടും ഉണ്ടാവും. അങ്ങനെ അതിന്റെ സെയിം എഞ്ചിൻ തന്നെയാണ് അതിലും വരിക, പെട്രോൾ. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പല വണ്ടികളും അതിന്റെ സ്റ്റേഷൻ വാഗനായിട്ടും അതിന്റെ കാറുകളായിട്ടും കണ്ടിന്യൂ. പക്ഷെ അമേരിക്കൻസ് ആണ് പെട്ടെന്ന് വേരിയേഷൻസ് മാർക്കറ്റിൽ എത്തിച്ചവര്. നിങ്ങൾ വിൻ നമ്പർ അയക്കാതെ ഈ വണ്ടിക്ക് ഒരു പാർട്സും വാങ്ങാൻ പറ്റില്ല. ഇപ്പോഴും വിൻ നമ്പർ കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇന്നത്തെ പുതിയ വെഹിക്കിൾസിന് നമ്മൾ എങ്ങനെ പർച്ചേസ് ചെയ്യണം അതുപോലെ വിൻ നമ്പർ കൊടുത്ത് വാങ്ങിക്കാം. ഇപ്പോഴും അമേരിക്കൻ വെഹിക്കിൾസും കൂടി പറ്റും. അത് കൊടുത്തില്ലെങ്കിൽ പാർട്സ് നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടിയുടെ കിട്ടും. പിന്നെ ചേഞ്ച് ചെയ്തെടുക്കാൻ ഒരുപാട് ഇതാവും. ഇത് കുട്ടിക്കാലം മുതൽ ഓരോ വണ്ടിനെ കുറിച്ച് പഠിച്ച് ഈ ഒരു വിഷയത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ് കേട്ടോ. അമേരിക്കയിൽ നിന്നല്ലേ, ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിൻറ്റേജ് കാർസിനെ പറ്റിയിട്ട് ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ്. അത് ഇത്രയും നോളജ് ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നോർമലി നമ്മളത് സബ്മിറ്റ് ചെയ്താൽ തന്നെ ഡോക്ടറേറ്റിനുള്ള ആയി വരും. ഇതിപ്പോൾ ഏതായിരുന്നു മോഡൽ വരുന്നത്? 68. ഇതിനെല്ലാം കഴിഞ്ഞത്. ഇപ്പോൾ പെയിന്റിംഗ് വർക്ക്സ് ആണ് നമുക്ക് കാര്യമായിട്ടുണ്ടാവും അല്ലേ? ഏത് കളർ ചൂസ് ചെയ്തിട്ടുണ്ട്? അപ്പോളോ ഗ്രീൻ. എഞ്ചിൻ റൂം ഫിനിഷ് ചെയ്തു ആണല്ലേ? പിന്നെ പെർഫെക്ഷൻ ആണ്, കാരണം ആ ഫിറ്റിങ്ങിലൊക്കെ ഉള്ളേ. ഫിനിഷ് ആയിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഓൺ റോഡിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊരു സന്തോഷം. കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ വണ്ടി എന്നുള്ള രീതി
ഇതടക്കം ഇന്റീരിയർ എല്ലാം കഴിഞ്ഞ് ഓക്കെ എപ്പോക്സി കൊടുത്തെടുത്ത് വെച്ചിരിക്കാം. ആ ട്രക്കിന് ബിഫോർ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ആഫ്റ്റർ എങ്ങനെ കാണാനുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു താല്പര്യം. പക്ഷേ അതെന്താ വെച്ചാൽ 3 മാസം കൊണ്ട് ചെയ്തതാണ്. ആണോ? എന്താ വെച്ചാൽ ലോക്ക്ഡൗൺ സമയത്ത് വർഷാപ്പുകാർ മാത്രം പണിക്ക് പോകാന്നുള്ള ഒരു ടൈമായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് കുറേ വർക്കേഴ്സിന് കിട്ടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൽ അത്രയും സൈസ് ഞാൻ അതിന്റെ ബിഫോർ ശരിക്ക് കണ്ടതാണ്. ഞാൻ ഓരോ ഡീറ്റെയിൽ ആയി നോക്കിയാൽ. അപ്പോൾ ആഫ്റ്റർ എങ്ങനെ അത് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ? കാരണം ആർമി കളർ അല്ലായിരുന്നു. അത് യൂസ് ചെയ്യാൻ പാടില്ല. ഡെസേർട്ട് സ്റ്റോം ആക്കിയോ? ഡെസേർട്ട് സ്റ്റോം മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷിൽ. അപ്പോൾ ആ ഒരു ഏകദേശം ആ ലുക്ക് കിട്ടും. അതെ. We are keeping this farm more than 100 years. Okay. From my father, grandfather itself. Okay. This car is I am interested in vintage cars. Okay. My father is also vintage car interested ആളാണ്. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 50-70 കൊല്ലത്തിന് മേലായി ഇതുകളൊക്കെ. 54, 69 അപ്പോൾ വാങ്ങിച്ച പുതിയ കാറുകളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. യു ക്യാൻ സീ ദിസ്. അതിൽ നിന്ന് തുടങ്ങിയതാണ്. 5 വണ്ടിയായി തുടങ്ങി. ഞാൻ 10 വണ്ടിയാക്കി. നവീൻ അതിനിപ്പോൾ 51 വണ്ടിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് എല്ലാവർക്കും. അതിനൂടെ എൻ്റെ ഭാര്യ ഷീസ് എ ഡോക്ടർ. ഷീസ് ഓൾസോ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്. അതെ, കാർ ചൂസ് ചെയ്യാനും എന്ത് കംപ്ലീറ്റ് ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും ദേ വിൽ ഡിസ്കസ് വിത്ത് അബൌട്ട് ദ കാർസ് ഓൺലി. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഓൾ ദ ഫാമിലി you can see everywhere vintage family is the best family. All over India you can see everywhere they are very affection, they are very close to the peoples, very attachment with the peoples. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറുകളിലാണ്. അതേമാതിരി ജനങ്ങളോടും അവർ നന്നായി സ്നേഹിക്കും. ഈ മൃഗങ്ങളോടും നന്നായി സ്നേഹിക്കും. മാടുകൾ, നായ്കൾ, ഇതിനെയൊക്കെ വീട്ടിൽ പോയാൽ കാണാം നിങ്ങൾ. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷികളാണ്. കൃഷി നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. ഒരു ബേസിക്കലി കൃഷിയാണ്. മുമ്പിൽ എനിക്ക് ഫാക്ടറി ഉണ്ടായിരുന്നു കോയമ്പത്തൂരിൽ. മാനുഫാക്ചറിങ് പമ്പ്സ് ആൻഡ് മോട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു 250 പീപ്പിൾസ് ആർ ദർ, വർക്കേഴ്സ് ആർ ദർ. അതൊക്കെ കുറച്ച് നിന്നുപോയി. ബട്ട് മോസ്റ്റ് ഓഫ് ദി പ്രോപ്പർട്ടീസ് ആർ ദർ ഓൺലി. അഗ്രികൾച്ചർ പ്രോപ്പർട്ടീസ് മാത്രം ഇവിടെയാണ്. ടു കീപ് ഓൾ ദോസ് ഈസ് കാർസ്, കൗസ് ആൻഡ് ഡോഗ്സ് we have shifted to പീസ്ഫുൾ ലൈഫാണ്. റിട്ടയർഡ് ലൈഫ് ഒരു പീസ്ഫുൾ ലൈഫാണ്. നവീൻ്റെ സ്റ്റഡീസും MBA കഴിഞ്ഞു. ഒരു ഡോക്ടറേറ്റും കിട്ടിയിട്ടുണ്ട് ഫ്രം അമേരിക്കൻ യൂണിവേഴ്സിറ്റി. അങ്ങനെയൊക്കെ ഒരു ഗുഡ് ഗോയിങ്ങിലാണ്. ഓക്കെ, ഐ എം വെരി ഹാപ്പി ഓഫ് സീയിങ് യു ആൾ. ഓക്കെ. അപ്പോൾ ഇത് വന്നിട്ട് റഷ്യൻ ഒരു മിലിറ്ററി യൂസ് ചെയ്യുന്ന 6x6 ട്രക്കാണ്. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് കണ്ടീഷനായിട്ട് ഇതിൻ്റെ ഹൈറ്റ് നോക്കും. ഇത് പെർഫെക്റ്റ് മിൻ കണ്ടീഷനായിട്ട് റീസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റ് സെലക്ഷനൊക്കെ നവീൻ സാർ തന്നെയാണ് പെയിൻറ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് പക്ക കണ്ടീഷനിൽ തന്നെ വർക്കിംഗ് ആണ്. ഇതിൻ്റെ ഈ ഒരു സിസ്റ്റം കണ്ടില്ലേ? ആക്ച്വലി ഇതിൻ്റെ പേര് വന്നിട്ട് നമ്മൾ ഇൻഫ്ലേറ്റർ എന്ന് പറയും. ഇൻഫ്ലേറ്റർ എന്ന് പറയുമ്പോൾ അന്ന് ആർമിക്കാർക്ക് ഇത് മസ്റ്റായിരുന്നു. എന്താ വെച്ചാൽ ഒരു ഫോറസ്റ്റിൽ കൂടെയോ ഏതെങ്കിലും ഓഫ് റോഡ് വഴി കൂടെ പോകുമ്പോൾ ടയർ പഞ്ചറായാലും
അവർക്ക് ജസ്റ്റ് ഇൻഫ്ലേറ്റർ എന്നുള്ള മൗത്തിൻ്റെ ഒരു വാൾവ് മാത്രം മാറ്റിയിട്ട് ഡയറക്റ്റ് ടയറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് സിലിണ്ടറിൽ കംപ്രസ് ആവുന്ന എയറിന് നമുക്ക് ഇതിന് വല്ല എന്തെങ്കിലും ഒരു ഡാമേജ് ആയിരിക്കാം, വല്ല ആണി ആയിരിക്കാം, വല്ല എന്തെങ്കിലും ഒന്നായിരിക്കാം, അങ്ങനത്തെ പർപ്പസ് ആണല്ലോ അതിലെന്തെങ്കിലും പഞ്ചറായിട്ട് ഒരു അപ്രോക്സിമേറ്റ് എക്സാമ്പിൾ ആയിട്ട് ഒരു 5 പൗണ്ട് എയർ അതിൽ കൂടെ പുറത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഇതിൽ വാൾവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 7 or 10 പൗണ്ട് വെക്കുമ്പോൾ ആ വെളിയിൽ പോകുന്ന എയർ ഇത് മാച്ചായിട്ട് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് വണ്ടി എവിടെ നിൽക്കാതെ എത്താൻ പറ്റും. അഥവാ നോർമൽ എയർ ഇറങ്ങിയതാണെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് റീഫിൽ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് വണ്ടി എടുക്കാൻ പറ്റും. അതാണ് ഈ ഇൻഫ്ലേറ്ററിൻ്റെ ഒരു മെയിൻ പർപ്പസ്. ബ്രേക്ക് സിലിണ്ടറിൻ്റെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇതിപ്പോൾ ഏത് ഈ മോഡൽ സാർ? മോഡലിൻ്റെ പേര് റഷ്യൻ ZIL 131. റഷ്യനാണ്. ZIL എന്ന വണ്ടിയാണിത്. 131 വേരിയൻ്റ് ആണ്. 130 ഉണ്ട്, പക്ഷേ ഇത് വന്ന് 131 ആണ്. 6 വീൽ ഡ്രൈവ്. ഓൾ ടൈം 6 വീൽ അല്ല, ഓൾ ടൈം 4 വീൽ ഡ്രൈവ് ആണ്. നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ 2 വീല് മാത്രം നമുക്ക് ഓപ്ഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും വന്നിട്ട് കംപ്രസ്ഡ് എയർ സിസ്റ്റത്തിലാണ് വർക്കിംഗ്. എയർ ആണ് ഇതിൻ്റെ എൻഗേജ്മെൻറ്റ് തള്ളിക്കൊടുക്കുന്നത്. ഇതിൽ ഇൻറ്റീരിയർ വരുമ്പോൾ ഇൻറ്റീരിയറിൽ കാര്യമായിട്ട് അന്നത്തെ ആ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ആ ഒരു കൺസോളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അതുപോലെ തന്നെ ഈ വുഡിലെ ആ ഒരു ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഈ ഒരു ട്രാക്ടർ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ആക്ച്വലി ഇത് അടുത്ത മാസം റീടെസ്റ്റ് അല്ലേ? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ റീടെസ്റ്റ് എടുക്കാൻ പോകുന്ന വണ്ടിയാണിത്. കണ്ടാൽ ബ്രാൻഡ് ന്യൂ വണ്ടി, പുതിയത്. അത് ഒരു ബ്രാൻഡ് ന്യൂ ചെറിയ ഒരു ട്രാക്ടർ അപ്പുറം ഉണ്ട്. ഞാൻ വിചാരിച്ചു രണ്ടും ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള വെഹിക്കിളാണ്. അപ്പോഴാണ് പറയുന്നത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ ഒരു വെഹിക്കിള് റീടെസ്റ്റ് എടുക്കാൻ പോവാണെന്നുള്ളത്. ഇതിൻ്റെ ഒരു കണ്ടീഷൻ നോക്കും. KL9W ആണ്. അത് കാണിച്ചു കൊടുത്തിട്ടാണ് ഇപ്പോൾ അവർക്ക് നെട്ടിയത്. അപ്പം ഞാൻ പറയായിരുന്നു ആക്ച്വലി വണ്ടിൻ്റെ ഒരു ഫോട്ടോ ഇട്ടാൽ മതി റീടെസ്റ്റിന്, വണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യം പോലും ഇല്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഒരു വണ്ടി കീപ്പ് ചെയ്തത്. ഇത് കണ്ടാൽ തന്നെ അറിയാം ബാക്കിയുള്ള വണ്ടികളൊക്കെ എങ്ങനെയായിരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളത്. അത്രത്തോളം വണ്ടി ഒരു ഫാമിലി ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഉള്ളത്. ഇത് ഏതായിരുന്നു മോഡൽ? ഇത് മോറിസ് 8 E സീരീസ് എന്ന് പറയും. 46 മോഡൽ. 46 മോഡൽ മോറിസ് 8 തന്നെ അല്ലേ? ടയേഴ്സൊക്കെ വന്നിട്ട് ടയേഴ്സ് കിട്ടാനില്ല. അപ്പോൾ നമ്മൾ ആ ഒരു 17 സൈസ് നോക്കുമ്പോൾ BMW റൺ ഫ്ലാറ്റിൽ അതുപോലെ ആ ഹൈ സെഗ്മെന്റിൽ മാത്രമാണ്, ലോ പ്രൊഫൈൽ മാത്രം ഉള്ളത്. നെക്സ്റ്റ് നോക്കുമ്പോൾ 17-ലുള്ളത് മറ്റേ 2 വീലർ FZ-ന്റെ R15 ഉണ്ട്. അതിന്റെ ടയറാണ് ഇപ്പോൾ നമ്മൾ തൽക്കാലം യൂസ് ചെയ്യുന്നത്. പക്ഷെ ട്രൈ ചെയ്യുന്നുണ്ട്. അതുവരെ നമുക്ക് കണ്ടീഷൻ ആയിട്ട് യൂസ് ചെയ്യാനും റണ്ണിങ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇത്. ആ ഒരു ട്രക്കിൽ നമ്മൾ കണ്ടു കാർസ് പാരഡൈസ് എന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ ഇതൊരു പാരഡൈസ് തന്നെയാണ്, വണ്ടികളുടെ ഒരു ലോകം തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാറിന് എന്താ പറയാനുള്ളത് നമ്മളെ ഓൺ റോഡിനെ കുറിച്ചിട്ടും? ഓൺ റോഡിനെ കുറിച്ച് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് നമ്മുടെ നിയാസ് സാറൊക്കെ പരിചയപ്പെട്ടത്. ഓക്കെ. പിന്നെ റെനിയേട്ടനായിരുന്നു മാക്സിമം. ഞങ്ങൾ ഒരുപാട് ഫോൺ ബന്ധമാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബന്ധത്തിൽ ഇന്നാണ് എല്ലാവരും നേരിട്ട് കാണാൻ കിട്ടിയ ഒരു ചാൻസ്. അതിന് ഞാൻ ഓൺ റോഡ് ടീമിനെ താങ്ക്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അംബാസിഡറിനെ ഓൺ റോഡിലേക്ക് വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ ബോഡി ഷോപ്പ് വർക്ക് കഴിഞ്ഞിട്ട് ഇനി ഫിനിഷിങ്ങിലോട്ട് നമ്മൾ ഓൺ റോഡിലോട്ട് കൊടുക്കാനാണ്
നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു പ്രിവിലേജ് ആണ് സാറിനെ പോലത്തെ ഒരു കാറ് കളക്ഷൻ ഉള്ള ആളെടുത്ത് നമുക്ക് ഒരു കാർ പെയിന്റ് ചെയ്യാന്നുള്ളത്. ഇവിടുത്തെ ഓരോ കാർസും നമുക്ക് ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഓരോ എപ്പിസോഡായിട്ട് ചെയ്യാൻ മാത്രമുണ്ട്. അതുപോലെ തന്നെ ഓരോ വണ്ടിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഓരോന്നും ചെയ്തിട്ടാണ് ഓരോ കാർസ് ഇവിടെ ബിൽഡ് ചെയ്ത് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടെ കൃഷി രീതികളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം, അത്രത്തോളം ഉണ്ട്. അപ്പോൾ വളരെയധികം നന്ദിയുണ്ട് നമ്മുടെ ഈ കാർ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മളെ പരിചയപ്പെടുത്തിയതിലും. നമ്മളോട് ഇത്രയും സമയം തിരക്കുള്ള ആളാണെന്നറിയാം, ഇതിനിടയ്ക്ക് ഇത്രയും സമയം കണ്ടെത്തിയതിലും വളരെയധികം താങ്ക് യു. ശരി. ഓൺ റോഡിൻ്റെ പതിവിലുപരി മറ്റൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോവുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.